Russia or China wants to occupy Greenland, but there's everything we can do. You found that out last week with Venezuela. There's everything we can do about things such as that. Not going to happen. ഗ്രീൻലാൻഡ് പേരിലെ പച്ചപ്പിനപ്പുറത്തേക്ക് 80% പ്രദേശവും മഞ്ഞു മൂടിക്കിടക്കുന്ന അതിസുന്ദര പ്രദേശം. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ്. ജനസംഖ്യ 60,000-ൽ താഴെ മാത്രം. ഇങ്ങനെയൊരു നാട്ടിൽ എന്താണ് അമേരിക്കയുടെ സാമ്പത്തിക കണ്ണ്? എന്താണ് രാഷ്ട്രീയ താൽപര്യം? അധിനിവേശം എന്നത് അവകാശമായി കാണുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. സ്വയം ഏകാധിപതിയാണെന്ന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു പരമാധികാര രാജ്യത്ത് കടന്നുകയറി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നയത്ര ഭ്രാന്തൻ ചിന്താഗതിയുള്ള ഒരാൾ അവിടെ അധികാര കേന്ദ്രത്തിൽ തുടരുന്ന ഘട്ടം കൂടിയാണിത്. ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ആ അമേരിക്കൻ മോഹത്തിന്. 1967 മുതൽ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കണമെന്ന ആഗ്രഹം അമേരിക്ക കൊണ്ടു നടക്കുന്നു. 1946-ൽ ദ്വീപിനെ വില കൊടുത്തു വാങ്ങാനുള്ള നീക്കവും നടത്തി. പരമരഹസ്യമായി നടന്ന പരാജയപ്പെട്ട ആ നീക്കം 1991-ലാണ് പുറം ലോകമറിയുന്നത്. 2019-ൽ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് മോഹം പൊടിതട്ടിയെടുത്തു. ഇത്തവണ അതൊരാഗ്രഹ പ്രകടനം എന്നതിനപ്പുറത്തേക്ക് ഭീഷണിയുടെ സ്വരത്തിലേക്ക് വഴിമാറി. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിലെ പ്രധാന ഭൂപ്രദേശം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ അധിനിവേശത്തെ ചെറുക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡെൻമാർക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾക്കായി ഗ്രീൻലാൻഡിന്റെ കവാടങ്ങൾ തുറന്നിട്ടത്. 1951-ൽ ഗ്രീൻലാൻഡിനെ പൊതുവായി പ്രതിരോധിക്കുന്നതിനുള്ള സൈനിക ഉടമ്പടി. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള മിസൈലുകൾ പ്രതിരോധിക്കുന്നതിനായി ശീതയുദ്ധകാലത്ത് സ്ഥാപിച്ച പിറ്റുഫിക് ബേസ് ഇപ്പോഴും സജീവമാണ്. സൈനിക ആവശ്യങ്ങൾക്കുള്ള ആ അനുവാദം ഒരു രാജ്യം പിടിച്ചെടുക്കാനുള്ള നിയമപരമായ അവകാശമായാണ് ഇപ്പോൾ ട്രംപ് കാണുന്നത്. മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും താൽപ്പര്യങ്ങൾക്ക് തടയിടാൻ മാത്രമാണോ അമേരിക്ക ഗ്രീൻലാൻഡിൽ കണ്ണുവയ്ക്കുന്നത്? അല്ല എന്ന് തീർത്തു പറയാം. ഭൂമി, വിഭവങ്ങൾ, അധികാരം എന്നിവയിൽ ഊന്നിയാണ് അധിനിവേശത്തിന്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഗ്രീൻലാൻഡിനെ നിയന്ത്രിക്കുന്ന ഏതൊരാളും ആർട്ടിക് മേഖലയെ നിയന്ത്രിക്കുന്നുവെന്നാണ് സങ്കല്പം. കാലാവസ്ഥാ വ്യതിയാനം ആർട്ടിക്കിലെ മഞ്ഞുരുക്കം വേഗത്തിലാക്കിയതോടെ ഗ്രീൻലാൻഡിന് ചുറ്റുമുള്ള സമുദ്രപ്രദേശത്ത് പുതിയ കടൽപാതകൾ തെളിയുകയാണ്. ആർട്ടിക് വഴി കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്ന കാലം. സുയസ് പാതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആർട്ടിക് വഴിയുള്ള ചരക്ക് നീക്കം യാത്രാസമയത്തിലും ഇന്ധനച്ചെലവിലും ഉണ്ടാക്കുന്ന ഭീമമായ ലാഭം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിലൂടെ സമുദ്രമേഖലയിൽ കൈവരിക്കാൻ കഴിയുന്ന മുൻതൂക്കം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ആർട്ടിക് അതിർത്തികളെ റഷ്യ അതിവേഗം സൈനികവൽക്കരിക്കുന്നുവെന്നാണ് ട്രംപ് തന്റെ കവർച്ചാ പദ്ധതിയെ വെള്ളപൂശാൻ നിരന്തരം ആവർത്തിക്കുന്ന വാദം. റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കാനും യൂറേഷ്യയിൽ നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തെയും ഫലപ്രദമായി നേരിടാനും ഗ്രീൻലാൻഡിനെ തങ്ങളുടെ അധീനതയിലാക്കുന്നതോടെ അമേരിക്കയ്ക്ക് കഴിയും എന്നത് വാസ്തവമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്കുള്ള കച്ചവട താൽപര്യമാണ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് പദ്ധതിക്ക് പിന്നിൽ. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പോലെ തന്നെ ട്രംപിനെ മോഹിപ്പിക്കുന്നതാണ് ഗ്രീൻലാൻഡിലെ ധാതു നിക്ഷേപം. യൂറോപ്യൻ യൂണിയന്റെ പഠനപ്രകാരം ലോകത്തിന് അത്യാവശ്യമായ 34 പ്രധാന അസംസ്കൃത വസ്തുക്കളിൽ 25 ഗ്രീൻലാൻഡിലുണ്ട്. നിയോഡിമിയം, ടെർബിയം, ഡിസ്പ്രോസിയം തുടങ്ങിയ അപൂർവ ധാതുക്കളുടെ വൻ നിക്ഷേപമാണ് ഈ മഞ്ഞുമലകൾക്ക് താഴെയുള്ളത്. കമ്പ്യൂട്ടറുകൾ, ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, വൈദ്യുതി വാഹനങ്ങൾ തുടങ്ങി ഭാവി കാല ലോകത്തെ നിയന്ത്രിക്കുന്ന വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഏറെ അത്യാവശ്യമാണ് ഈ റെയർ എർത്ത് മിനറലുകൾ.
ഗ്രീൻലാൻഡിന് പുറത്ത് ഈ അപൂർവ ധാതുക്കളുടെ കുത്തക ചൈനയ്ക്കാണ്. വ്യാപാര യുദ്ധം രൂക്ഷമായതിനു പിന്നാലെ ചൈന US-ലേക്കുള്ള അപൂർവ ധാതുക്കളുടെ കയറ്റുമതി തടഞ്ഞത് US വ്യവസായത്തെ സാരമായാണ് ബാധിച്ചത്. ഒരു സൂപ്പർ പവർ രാഷ്ട്രത്തിന്റെ തലവൻ എന്നതിനപ്പുറത്തേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന നിലയിൽ ഗ്രീൻലാൻഡിന്റെ കാര്യങ്ങളെ ട്രംപ് സമീപിക്കുന്നത് ഈ സാമ്പത്തിക ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ്. ഗ്രീൻലാൻഡിനെതിരായ ഏതൊരു സൈനിക നടപടിയും ഡെൻമാർക്കിനെതിരായ ആക്രമണമായി മാറും. ഒരു നാറ്റോ അംഗം മറ്റൊരു നാറ്റോ അംഗത്തെ ആക്രമിക്കുന്നു എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. Our culture will disappear, our language will disappear, and the whole way of living in Greenland will disappear and be American. ഗ്രീൻലാൻഡ് അവിടുത്തെ മനുഷ്യരുടേതാണ്. ആ മണ്ണിലുള്ള അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമവും അധിനിവേശമാണ്. ആ സ്വാതന്ത്ര്യത്തെ വില കൊടുത്തു വാങ്ങാനോ സൈനികമായി അടിച്ചമർത്താനോ ഉള്ള നീക്കം ആര് നടത്തിയാലും ചെറുക്കപ്പെടേണ്ടതാണ്. Trump just wanting to take over Greenland is absurd.